നവരാത്രിയുടെ ഞങ്ങളുടെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. 9 ദിവസം എങ്ങനെയാ ദേവിയെ ഒരുക്കിയെന്നൊക്കെയല്ലേ അറിയണ്ടേ? ശരിക്കും പറഞ്ഞാൽ 9 ദിവസം നമുക്ക് ദേവിക്ക് ഓരോ രൂപത്തിലാണ് ദേവിയെ അറിയപ്പെടുന്നത്. ആ അറിയപ്പെടുന്നതിന് ഓരോ നിറങ്ങളുമുണ്ട്. അതിൽ ആദ്യ ദിനമായ വെള്ളയാണ്. അത് വിശുദ്ധി, സമാധാനം, പുതിയ തുടക്കങ്ങൾ എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദിവസം പർവ്വതങ്ങളുടെ മകളായ ശൈലപുത്രി ദേവിക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇനി രണ്ടാം ദിനം ചുവപ്പാണ് നിറം. ഇത് സ്നേഹം, അഭിനിവേശം, ശക്തി എന്നിവയാണ് പ്രതീകപ്പെടുത്തുന്നത്. ഈ ദിവസം ബ്രഹ്മചരണി ദേവിയാണ് ഭക്തിയോടെ തപസ്സോടെ നമ്മൾ ആരാധിക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസം ദേവിയെ ഒരുക്കിയത് അതേ കളർ ബേസിസിലായിരുന്നു കേട്ടോ. അപ്പൊ ദേവിക്ക് എടുക്കുന്ന വസ്ത്രത്തിലെല്ലാം ഞങ്ങൾ ആ കളർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ദേവിയുടെ രൂപം ആ കളറിലൂടെയാണ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. മൂന്നാം ദിവസം നിറം റോയൽ ബ്ലൂ ആണ്. ഇത് ദിവ്യമായ ഊർജത്തെയും സ്ഥിരതയും സൂചിപ്പിക്കുന്നു. 10 കൈകളും നെറ്റിയിൽ ഒരു ചന്ദ്രക്കലയും ധരിച്ചിരിക്കുന്ന ചന്ദ്രഖണ്ഡ ദേവിക്കാണ് ഈ ദിവസം സമർപ്പിച്ചിരിക്കുന്നത്. നാലാം ദിവസം നിറം മഞ്ഞയാണ്. ഇത് ആനന്ദം, സന്തോഷം, പുതിയ തുടക്കങ്ങൾ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. തന്റെ ഊർജം ഉപയോഗിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ച ദേവി കുഷ്മാണ്ഡയ്ക്ക് ഈ ദിവസം സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ദേവിക്ക് ആരതി ഒഴുകുകയും വിളക്ക് കത്തിക്കുന്നത് ഉൾപ്പെടെ തന്നെ ഞങ്ങൾ നാമം ജപിക്കാറും ഉണ്ടായിരുന്നു. നാമം ജപിക്കാൻ ഉദ്ദേശിക്കുന്ന ലളിത സഹസ്രനാമം, സരസ്വതി മന്ത്രം, ഗായത്രി മന്ത്രം, ഇങ്ങനെ അറിയുന്ന കുറച്ച് മന്ത്രങ്ങളും കുറച്ച് ഭജൻസും ഒക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ദേവിക്ക് ആരതി ഒഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന ആ സമയത്തുള്ളൊരു പോസിറ്റിവിറ്റി കിട്ടുക, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായിരുന്നു. അതുപോലെ തന്നെ മോനായാലും ഞങ്ങൾ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവനും അതൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി ഫീൽ ചെയ്തു. പക്ഷേ ലൈക്ക് ആ സമയത്ത് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എങ്കിലും കുട്ടികൾ എന്ന് വെച്ചാൽ മോൻ 1.25 വയസ്സായിട്ടുള്ളൂ. സോ ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്ന നാമമൊക്കെ. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു അവർക്ക് നല്ല ഒരു പ്രവൃത്തിയിലേക്ക് വരാൻ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നു എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഞ്ചാം ദിവസം നിറം പച്ചയാണ്. ഇത് ഐക്യം, ഫലപുഷ്ടിതം, വളർച്ച എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ദിവസം കാർത്തികേയന്റെ അമ്മയായ സ്കന്ദമാതയാണ് ദേവിയായി ആരാധിക്കുന്നത്. ആറാം ദിവസം നിറം ചാരമാണ് അല്ലെങ്കിൽ ഗ്രേ. ഇത് ശക്തിയെയും സന്തുലിതാവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു. ശക്തിയുടെയും ധൈര്യത്തിന്റെയും ദേവത എന്നറിയപ്പെടുന്ന കാർത്യായനി ദേവിയുടേതാണ് ഈ ദിവസം.
ഏഴാം ദിവസത്തിന്റെ നിറമാണ് ഓറഞ്ച്. ഇത് ഊർജം, ഉത്സാഹം, ഊഷ്മളത എന്നിവയെ സൂചിപ്പിക്കുന്നു. തിന്മയെ നശിപ്പിക്കുന്ന ദുർഗയുടെ ഉഗ്രരൂപമായ കാളരാത്രി ദേവിയാണ് ഈ ദിവസം ആരാധിക്കുന്നത്. ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ ഇതിന്റെ ഭയങ്കരമായ പോസിറ്റീവ് എനർജിയാണ്. കാരണം ഈ ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ കംപ്ലീറ്റ് ആയി വ്രതമെടുത്ത് ദേഹശുദ്ധിയോടെ ആ മനസ്സർപ്പിച്ചാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോനായാൽ കൂടിയും ഇത് ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ഒരുക്കുന്ന രീതി, അവൻ ഞങ്ങളുടെ കൂടെ പറ്റുന്നതൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അവനും കുഞ്ഞിനായാൽ കൂടി അതിൻ്റെ ഒരു ടെൻഡൻസി അതെന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്കിത് ചെയ്തപ്പോൾ കിട്ടിയത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഇനിയും എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. 8-ാം ദിവസത്തിന്റെ നിറമാണ് മയിൽപീലി പച്ച. ഇത് സൗന്ദര്യം, കൃപ, പോസിറ്റിവിറ്റി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഈ ദിവസം മഹാഗൗരി ദേവിയാണ് ആരാധിക്കുന്നത്. അവസാന ദിവസമായ 9-ാം ദിവസം ഇത് സ്നേഹം, ദയ, ഐക്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ ദിവസം സിദ്ധിദാത്രി ദേവിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ 9-ാം ദിവസമാണ് കുട്ടികൾ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ നവമി എന്ന് പറയുന്ന ആയുധ പൂജയായും കരുതുന്നു. അത് കഴിഞ്ഞാൽ വിജയദശമി, കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയുള്ള ദിനമായി കരുതുന്നു. ഇതാണ് ഞങ്ങളുടെ നവരാത്രി വിശേഷങ്ങൾ. Thank you for watching. Please like, share, subscribe.